കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആദ്യമായി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുമ്പോൾ അവിടെ ഫാഷിസത്തെ പിടിച്ചു കെട്ടാൻ എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്, അങ്ങനെ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിൽ പോയതാണ്. കാരണം BJP അവതരിപ്പിച്ച ഒരു ബില്ലിനെയും എതിർത്ത് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യില്ലായിരുന്നു. അത്ര ഭയമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ. 14 തവണയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെയും പ്രസ്ഥാനത്തിൻ്റെയും താല്പര്യങ്ങളെ ചവിട്ടി മതിച്ചത്. നേരെ എതിരായി അദ്ദേഹത്തിന് ഭയമാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി ലീഗ് യോഗങ്ങളിൽ നിരന്തരമായി സംഘടനകൾ നടക്കുന്നുണ്ട്, ആശയ സംഘടനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നേതൃത്വത്തിൽ ഞാനും കൂടി ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ താഴേക്കടയിൽ നിന്ന് ലീഗായി വളർന്നു വന്നതാണ്. ഈ പഞ്ചായത്തിൽ ഈ വാർഡിലെ പ്രസിഡന്റ്, ഈ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ പോയി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, ഓർഗനൈസിങ് സെക്രട്ടറി പദവിയിൽ വരെ എത്തി. ഇനി അതിൻ്റെ അപ്പുറത്ത് പോകാൻ കൂടുതൽ ദൂരമൊന്നുമില്ല. ആ പദവിയിലൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ലീഗ് എന്തിന് സ്ഥാപിതമായിരുന്നോ അതിൻ്റെ നേരെ വിരുദ്ധമായി, ഘടകവിരുദ്ധമായി ലീഗ് നേതൃത്വം പ്രവർത്തിച്ചു തുടങ്ങി. അന്ന് മുതലേ പാർട്ടി വേദികളിൽ വിമർശനവും തുടങ്ങിയിരുന്നു. എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നിട്ടുണ്ട് പാർട്ടി. ആ കാരണം കാണിക്കൽ നോട്ടീസ് ഞാൻ ഡിജിറ്റൽ എവിഡൻസ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസിൽ പാർട്ടി പറയുന്നത് നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ പാർട്ടിയുടെ ആദരണീയ നേതൃത്വത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താണ് നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ വിമർശിക്കുന്നത് എന്ന് പറയേണ്ടതില്ലേ? നിരന്തരമായി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളത് ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആദ്യമായി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുമ്പോൾ അവിടെ ഫാഷിസത്തെ പിടിച്ചു കെട്ടാൻ എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്, അങ്ങനെ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിൽ പോയതാണ്. ആദ്യം കിട്ടിയ അവസരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ കിട്ടിയ അവസരമായിരുന്നു. അന്ന് അതിന് മുതിരാതെ ബോംബെയിൽ പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കിട്ടിയില്ല എന്ന് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു വാദഗതിയാണ് അന്ന് പറഞ്ഞത്. ഞങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ചോദിച്ചിരുന്നു. ആ രൂക്ഷമായ ഒരു ചർച്ച അന്ന് നടന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ 24 ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇവരെത്തിയതിന് ശേഷം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രേഖ വരെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അതൊരു സംഘർഷത്തിലേക്ക് വരുന്നത്. എന്നിരുന്നാലും സംഗതി മനസ്സിലായി. ഇവരൊക്കെ വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുടങ്ങി സ്വന്തമായൊരു വിമാനം മേടിച്ചു പോകാൻ കഴിവുള്ളവരാ, അല്ലെങ്കിൽ ചാർട്ടർ ഇതുപോലോ PV വഹാബ് സാഹിബും PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ്. കേരളത്തിലെ പ്രബലരായ സമ്പന്നരായ 2 രാഷ്ട്രീയ നേതാക്കളാണല്ലോ. എല്ലാവർക്കും അറിയാം എത്ര ബാലിശമായ വാദഗതിയായിരുന്നു. അത് കഴിഞ്ഞു. പിന്നീട് മുത്തലാഖ് ബില്ലിന് വോട്ട് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വന്നു. തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നോ അദ്ദേഹം വോട്ട് ചെയ്യില്ല എന്നുള്ളത്. കാരണം BJP അവതരിപ്പിച്ച ഒരു ബില്ലിനെയും എതിർത്ത് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യില്ലായിരുന്നു. അത്ര ഭയമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ. അങ്ങനെ മുത്തലാഖ് ബില്ലിന് എതിരെ വോട്ട് ചെയ്യാതെ നേരെ ഇവിടെ വന്നതിന് രൂക്ഷമായ വിമർശനങ്ങൾക്ക് കാരണമായി. ഞാനത് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തു. അത് വലിയ നീണ്ട ചർച്ചയ്ക്ക് ക്ഷീഭിച്ചു. അത് കഴിഞ്ഞ് വേറെ കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. NIA ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ സങ്കടകരമായൊരു വസ്തുതയുണ്ടായി. കേരളത്തിലെ 19 MP-മാരും ആ ബില്ലിനെതിരെ വോട്ട് ചെയ്യില്ല. മതന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നതാണല്ലോ. എങ്കിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ ജയിലറയിൽ കിടക്കുന്നത് ഇതുകൊണ്ടാണ്. ആ ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായാലും കേരളത്തിൽ നിന്ന് ഒരു MP-യുടെ വോട്ടേ പോയുള്ളൂ കേട്ടോ നിയാസ്. ഒരേ ഒരു MP-യുടെ വോട്ടാണ് അധികം എതിർത്ത് വന്നുള്ളൂ. അത് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച AM ആരിഫ് എന്നൊരു MP ഉണ്ടായിരുന്നു. വേറെ ആരുടെയും വോട്ട് എതിര് വന്നില്ല. അതൊരു ചോദ്യം ചെയ്യേണ്ടതല്ലയോ? പിന്നെയും ഉണ്ടായ സംഭവം UAPA ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്ത് ആ ചർച്ചയിൽ മൂപ്പരുടെ പ്രസംഗത്തിൻ്റെ സമയം വന്നപ്പോൾ വല്ലാതെ കലശലായ മൂത്രശങ്ക മൂത്രമൊഴിക്കാനങ്ങ് പോയി. തിരിച്ചു വന്നപ്പോഴൊക്കെ പ്രസംഗത്തിൻ്റെ സമയം കഴിഞ്ഞ്. ഇങ്ങനെ 14 തവണയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെയും പ്രസ്ഥാനത്തിൻ്റെയും താല്പര്യങ്ങളെ ചവിട്ടി മതിച്ചത്. നേരെ എതിരായി. അദ്ദേഹത്തിന് ഭയമാണ്.
ലീഗ് നേതൃത്വത്തിന് ഈ മോഡിയെ ഭയമാണ്, EDയെ ഭയമാണ്, സ്വന്തം മടിയാണ് മൂപ്പരുടെ പ്രശ്നം, പേടിയാണ് കാരണം. ഇതായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് കാരണം. അവസാനമായൊരു വിഷയം ഉണ്ടായത്, ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേർന്നു. ജമാഅത്തെ ഇസ്ലാമിയോട് സഖ്യം ചേർന്നത് കേരളത്തിലൊരു മതനിരപേക്ഷ ചിന്താഗതിക്ക് ഒട്ടും ഭൂഷണമല്ല എന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു. ഞങ്ങളൊക്കെ അതിനെ എതിർത്തതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എതിർത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ഷാജി എതിർത്തതാണ്, PM സാദിഖ് അലി എതിർത്തതാണ്, പലരും എതിർത്തിരുന്നു. അവരൊക്കെ എതിർത്തതാണ് സംഗതി. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പുതിയ ലീഗ് നേതൃത്വത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ആ തീരുമാനമായി മുമ്പോട്ട് പോയി. ഇത് വലിയ ചർച്ചക്കും വിവാദങ്ങൾക്കും ഇടകൊടുത്തിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. അതിനോട് സഖ്യം ചേർന്നത് UDFനും കോൺഗ്രസ്, ലീഗ് പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് വളരെ ഹാനികരമായ ഒരു നിലപാടായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ ബുൾഡോസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരമായി. ഡൽഹിയിലാണ്, UPയിലുണ്ടായിരുന്നു, രാജസ്ഥാനിലുണ്ടായി, മധ്യപ്രദേശിലുണ്ടായി, നിരവധി സ്ഥലങ്ങളിൽ നിരന്തരമായി ബുൾഡോസർ ചെയ്യാണ്. ആ സമയത്ത് ഒരു ചെറുവിരൽ അനക്കാൻ പോലുള്ള ധൈര്യം പോലും ഇവർക്കില്ലാതെയായി. അത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് എറണാകുളം യോഗത്തിൽ പേരെടുത്ത് ഞാൻ പരസ്യമായി എതിർത്തു. അദ്ദേഹം രാജിവെക്കണം അതിനകത്ത് എന്നുവരെ പറഞ്ഞു. അത് അതിഭയങ്കരമായ സംഘർഷം തന്നെ ആ മീറ്റിങ്ങിലുണ്ടാക്കി. ഞാൻ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ സസ്പെൻഡ് ചെയ്യായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കകത്തുണ്ടല്ലോ, പല കാരണങ്ങൾ കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ പാർട്ടി യോഗങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നു, നേതൃത്വത്തെ വിമർശിക്കുന്നു എന്ന കാരണം പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നീതീകരിക്കാൻ കഴിയും? അതും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്നാലോചിച്ചാൽ മതിയാവല്ലോ നിയാസ്.